10 വർഷക്കാലം നഷ്ടപ്പെട്ട നഗരസഭയെ തിരിച്ചു പിടിക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് UDFിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. VCV ന്യൂസിൻ്റെ നാട്ടിലോട്ട് എന്ന പരിപാടിയിൽ നമ്മോടൊപ്പമുള്ളത് കോൺഗ്രസിൻ്റെ സീനിയർ നേതാവും UDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവുമായ SAA ആസാദാണ്. ആസാദ് ഖയോട് നമുക്ക് തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. തീർച്ചയായും 10 വർഷക്കാലം ഈ നഗരസഭയെ വികസന രംഗത്ത് പിറകോട്ടടിച്ച ഒരു നഗരസഭയായിരുന്നു ഈ വടക്കാഞ്ചേരി നഗരസഭ. അവാർഡുകളും മറ്റ് ഇതൊക്കെ കൂടി അവാർഡുകളിലൂടെ വളരെ പ്രമുഖ സ്ഥാനത്തൊക്കെ അവർ എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായി ജനങ്ങൾക്ക് ചെയ്യേണ്ട പല പൊതുകാര്യങ്ങളും പല നല്ല കാര്യങ്ങളെയും അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. ആസാദ്ക്ക് ഇപ്പോൾ പ്രധാനമായിട്ട് 2 ടേമായിട്ട് LDF ആണ് വടക്കാഞ്ചേരിയിൽ ഭരിക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണസമിതിയുടെ പോരായ്മയായിട്ട് പ്രധാനപ്പെട്ട ഒരു പോരായ്മ, അല്ലെങ്കിൽ ജനങ്ങളോട് ഞങ്ങൾ ഇന്നത് അവർ ചെയ്തിട്ടില്ല, എന്താണ് കോൺഗ്രസ് ഏത് കാര്യത്തിലാണ് കോൺഗ്രസ് ഫോക്കസ് ചെയ്യുന്നത്? വടക്കാഞ്ചേരി നഗരസഭയുടെ വികസന കാര്യത്തിൽ ഒരു എടുത്തു പറയത്തക്ക ഒരു അസറ്റായി ഈ നഗരസഭയ്ക്ക് ചൂണ്ടിക്കാണിക്കാൻ യാതൊന്നുമില്ല. നിലവിലെ നമ്മുടെ CN ബാലകൃഷ്ണൻ മന്ത്രിയായിരുന്നപ്പോൾ ഈ പഴയ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കൈകളിലുള്ള മുണ്ടത്തിക്കോടും വടക്കാഞ്ചേരിയും കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അനുവദിക്കപ്പെട്ട എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മൊന്തക്കാടുകളാൽ നിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെയും മുണ്ടത്തിക്കോടിലെയും ക്രിമിറ്റോറിയം ശ്മശാനങ്ങൾ ഇന്നും അതേ നിലപാടിൽ പണി കഴിഞ്ഞ് പൂർത്തിയാക്കി തുറക്കുക മാത്രമുള്ളൂ, അതും അവിടെ നിശ്ചലമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അറവുശാലകൾ, മാർക്കറ്റുകൾ, വടക്കാഞ്ചേരിയിലെയും അത്താണിയിലെയും മാർക്കറ്റുകൾ എങ്ങും എത്താതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ അത്താണിയിൽ ഒരു ഉദ്ഘാടനത്തിൻ്റെ തലേ ദിവസം നോട്ടിഫിക്കേഷൻ വരുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ഒരു കല്ല് കൊണ്ടുവച്ച് ഉദ്ഘാടനം ചെയ്തു എന്നതല്ലാതെ യാതൊരു പ്രവർത്തനങ്ങളും മാർക്കറ്റിനെ കുറിച്ച്, ആധുനിക രീതിയിലുള്ള മാർക്കറ്റിന് കോടിക്കണക്കിന് രൂപ കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കപ്പെട്ട സംഖ്യകൾ പോലും നഷ്ടപ്പെടുത്തിയ ഒരു നഗരസഭയാണ് വടക്കാഞ്ചേരി നഗരസഭ. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി ഗ്രൗണ്ട്, കുട്ടികളുടെ യുവാക്കളുടെ ഇതായിട്ടുള്ള വടക്കാഞ്ചേരിയിലെ ഹൈസ്കൂൾ ഗ്രൗണ്ട് എങ്ങും എത്താതെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരി പുഴ മാലിന്യങ്ങൾ, കൂമ്പാരങ്ങൾ നിറഞ്ഞ വടക്കാഞ്ചേരി പുഴ മാലിന്യം 1 കോടിക്ക് പരം ചെലവ് ചെയ്തിട്ട് പോലും ആ പുഴയെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവർക്ക് സംരക്ഷിക്കുന്ന കാര്യത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതോടൊപ്പം തന്നെ വടക്കാഞ്ചേരിയിലെ ബസ് സ്റ്റാൻഡ് ഒരു വലിയ സാഹചര്യമുള്ള വടക്കാഞ്ചേരി പട്ടണം പോലെയുള്ള പ്രദേശത്ത് ഇടുങ്ങിയ ബസ് സ്റ്റാൻഡ്, ദീർഘവീക്ഷണമില്ലാത്ത വികസനമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ കഴിഞ്ഞ 10 വർഷക്കാലം നടന്നത് എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. ദീർഘവീക്ഷണമില്ല അവർക്ക്. ദീർഘവീക്ഷണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു നിസ്സാരം വടക്കാഞ്ചേരി മുതൽ ഓട്ടുപാറ വരെ വരുന്ന ട്രാഫിക് പരിഷ്കരിക്കാൻ പോലും, അതിൻ്റെ തടസ്സങ്ങൾ നീക്കുന്നതിന് പോലും ഈ നഗരസഭയ്ക്ക് കഴിഞ്ഞില്ല എന്നുള്ള ചെറിയ കാര്യം, വേറെ യാതൊരുവിധ പൈസ ചെലവുമില്ലാത്ത ചെറിയ ഒരു കാര്യമായ, എന്നാൽ ജനങ്ങളെ മൊത്തത്തിൽ ബാധിച്ച ട്രാഫിക് സ്തംഭനാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. വടക്കാഞ്ചേരിക്ക് ഒരു ബൈപ്പാസ് റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് 10 വർഷക്കാലമായി വടക്കാഞ്ചേരിയിലെ ബൈപ്പാസ് റോഡ്, പത്താങ്കല്ലിൽ നിന്ന് അകമലയിലേക്ക് എത്തുന്ന ബൈപ്പാസ് റോഡ് എങ്ങും എത്താതെ വെറും പേപ്പറുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതോടൊപ്പം MLA പറയുന്നു സോയിൽ ടെസ്റ്റ്, എന്നും ഈ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, പല തവണകളായി സോയിൽ ടെസ്റ്റും മറ്റേ റെയിൽവേക്കാർ വന്ന് പരിശോധിക്കലും ഒക്കെ നടന്നതാണല്ലോ. അപ്പോൾ 10 വർഷമായിട്ട് അവരുണ്ടാക്കി കൊടുക്കുന്ന ബൈപ്പാസ് റോഡിൻ്റെ കാര്യത്തിൽ നിശ്ചലാവസ്ഥയിലാണ് ആ ബൈപ്പാസ് റോഡ്. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ, സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളിൽ പോലും അവർ അവഗണനയും അനാസ്ഥയുമാണ് കാണിക്കുന്നത്. പരസ്യം കിട്ടുന്നതിൽ, വിവിധ പദ്ധതികളെ പരസ്യം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനമാണ് നഗരസഭയ്ക്ക് കാഴ്ചവെച്ചത്. അതുപോലെ തന്നെ സ്വരാജ് ട്രോഫി കിട്ടിയെന്നൊക്കെ പറയുന്നത്, കേരളത്തിലെ സ്വരാജ് ട്രോഫി കിട്ടുവാൻ മാനദണ്ഡങ്ങളുണ്ട്. നഗരസഭയുടെ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് നഗരസഭയ്ക്ക് സ്വരാജ് ട്രോഫി കിട്ടേണ്ടത്. പക്ഷേ കിട്ടിയ കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് വിരോധമൊന്നുമില്ല, സന്തോഷത്തിന് ഞങ്ങളൊക്കെ
പങ്കാളികളായ നഗരസഭയാണ് എന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിക്കും. പക്ഷേ ആ മാനദണ്ഡങ്ങളെ പോലും കാറ്റിൽ പരത്തിക്കൊണ്ട് അധികാരത്തിൻ്റെ അഹന്ത കാണിച്ചുകൊണ്ടാണ് ആ നഗരസഭ മറ്റുള്ള നഗരസഭകളിൽ നിന്നും വ്യത്യസ്തമായ ഈ നഗരസഭയ്ക്ക് അവാർഡ് ലഭിച്ചു എന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ടാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അധികം ആയുസ്സായിട്ടില്ല. ചുരുങ്ങിയ വളരെ ഒരു 10 വർഷത്തെ വയസ്സേ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് ആയിട്ടുള്ളൂ. ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒട്ടനവധി അവാർഡുകൾ കേരളത്തിലെ പ്രധാനപ്പെട്ട നഗരസഭ അങ്ങനെ ഒട്ടനവധി അവാർഡുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അത് അവരുടെ പ്രവർത്തന മികവിനുള്ള ജനങ്ങൾ നൽകിയ അംഗീകാരമെന്നാണ് LDF പറയുന്നത്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അവാർഡ് ലഭിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ല. അവാർഡ് കിട്ടിയതിൻ്റെ കാരണങ്ങളിലേക്ക് പോയാൽ അവാർഡ് കിട്ടണമെങ്കിൽ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ എന്താ? 100% നികുതികൾ പിരിച്ചെടുത്തിരിക്കണം. മറ്റേ ബിൽഡിംഗ് ടാക്സുകൾ പിരിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ മറ്റേ ആപ്പ് എന്ന് പറയുന്ന സഹകർമ്മ ആപ്പ് എന്ന് പറയുന്ന ആപ്പ് 10 വർഷക്കാലമായിട്ട് വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രാവർത്തികമായിരുന്നില്ല. ജനങ്ങൾക്ക് സെക്കൻഡുകൾ കൊണ്ട് മറുപടി കൊടുക്കാനും ജനങ്ങളുടെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയിക്കാനും കഴിയുന്ന ആപ്പ് പോലും 10 വർഷക്കാലം മൂടി വയ്ക്കുകയും അതോടൊപ്പം തന്നെ ഇവർ പറയുന്നല്ലോ ഏറ്റവും നല്ല അക്കൗണ്ടുള്ള നഗരസഭകളിലേക്കായിരിക്കണം അവാർഡ് ലഭിക്കേണ്ടത്. എന്നാൽ വടക്കാഞ്ചേരിയെ സംബന്ധിച്ച് 2021 മുതൽ 2024 വരെ വരുന്ന കാലഘട്ടങ്ങളിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ തന്നെ ന്യൂനതകളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 10 കോടി രൂപയോളം ന്യൂനതകൾ തന്നെയുണ്ട്. തടഞ്ഞു വെച്ച ഫണ്ടുകളുണ്ട്. വിവിധ തരത്തിലുള്ള ഫണ്ടുകളും ബില്ലുകളും വൗച്ചറുകളും ഇല്ലാതെ സ്വജനപക്ഷപാതപരമായി ചെലവഴിച്ച ഫണ്ടുകൾ പോലും അവിടെ തടസ്സമായി നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ അവാർഡിൽ കൊട്ടിയാഘോഷിക്കാനുള്ളത്? ഇവർക്ക് ഒരു നിലയ്ക്കും കൊട്ടിയാഘോഷിക്കാനില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ചത് യഥാർത്ഥങ്ങളാണ്. അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് കൊട്ടിയാഘോഷിക്കാൻ അവർക്ക് കഴിഞ്ഞെങ്കിലും അവാർഡിൻ്റെ പിന്നിൽ അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ, ഈ അക്കൗണ്ടുകൾ ഇല്ലാത്തതും 100% പിരിവില്ലാത്തതുമാണെന്ന് ഞങ്ങൾ ഏത് നഗരസഭയിലും കേരള സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയമങ്ങൾ ചട്ടങ്ങൾ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ കഴിയും. അപ്പോൾ ഈ അവാർഡ് എന്ന് പറയുന്ന കൊട്ടിയാഘോഷിക്കുന്നത് ജനങ്ങളെ പറ്റിക്കുകയും ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അടിസ്ഥാന വികസന രംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ ശ്രദ്ധേയമായ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവരാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ വടക്കാഞ്ചേരി പുഴ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒട്ടനവധി പദ്ധതികൾ അവർ പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ചൊക്കെ പറയാനുള്ളത്? പുഴ വീണ്ടെടുത്തിട്ടില്ലല്ലോ. നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? പുഴ മണ്ണെടുത്തത് അതേ മണ്ണ് മഴക്കാലത്ത് വീണ്ടും ഒലിച്ചു പോയതല്ലേ പുഴ കാണുന്നത്. പിന്നെ മുളകൾ വെച്ചു. പുറമ്പോക്ക് ഭൂമികൾ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ഏറ്റെടുത്തിട്ട് എന്താ ചെയ്തു? കുറേ മുളകൾ വെച്ച് പിടിപ്പിച്ചു. ആ മുളകളൊക്കെ ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? ആ മുള എവിടെയാണ്? കാണിക്കട്ടെ. ലക്ഷക്കണക്കിന് രൂപയല്ലേ ചിലവാക്കിയത് ആ മുള വയ്ക്കുന്നതിന് വേണ്ടി മാത്രം. ആ മുള വെച്ചതിൻ്റെ പേരിൽ എത്ര കോടി ലക്ഷങ്ങളെ ചിലവാക്കിയെന്നുള്ളത് മനസ്സിലാക്കണ്ടേ? എന്താണ് പുഴയ്ക്കുണ്ടായിട്ടുള്ളതെന്ന് മനസ്സിലാക്കി. 20 കോടി രൂപയാണ് ആ പദ്ധതിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളത്. അത് തെക്കൻകര മുതൽ എരുമപ്പെട്ടി വരെ വരുന്ന 3 പഞ്ചായത്തുകളും ഒരു നഗരസഭയും 2 പഞ്ചായത്തുകളും ഉൾക്കൊള്ളുന്ന പ്രദേശത്തിന് 20 കോടി രൂപ. 20 കോടി രൂപ എന്ത് ചിലവാണത്? വെറും പാഴ്ചെലവുകളാക്കി പ്രഹസനമാക്കി എന്നല്ലാതെ ഈ രാജ്യത്തെ സാധാരണ ജനങ്ങൾക്ക് കാർഷിക മേഖലയ്ക്കോ കുടിവെള്ളത്തിനോ ഉപകാരമില്ലാത്ത രീതിയിലല്ല ഇന്നും പുഴ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു കാലത്ത് വടക്കാഞ്ചേരിയിൽ കേരളം ആകെ ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു ലൈഫ് മിഷൻ ഫ്ലാറ്റുമായി ബന്ധപ്പെട്ട്. വടക്കാഞ്ചേരി നഗരസഭ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വീട് നൽകിയ നഗരസഭയെന്ന് പറയുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഏറ്റവും കൂടുതൽ വീട് നൽകി എന്ന് പറയുന്ന കാര്യത്തിൽ ഞാൻ സമ്മതിക്കുന്നു. 1670-700 വീടുകളാണ് കൊടുക്കാൻ കഴിഞ്ഞത്. മറ്റ് നഗരസഭകളിലൊക്കെ മറ്റ് പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ കേവലം 500, 300, 800, 1000 കൊടുക്കാൻ. പക്ഷേ ആ നഗരസഭകളിലെ വീടുകൾ കൊടുത്തതിൻ്റെ പരിണതഫലമായിട്ട് എന്താ സംഭവിച്ചത്? 26 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? പദ്ധതികളൊക്കെ അവതാളത്തിലാണ്. സാധാരണ വാർഡുകളിൽ ലഭിക്കേണ്ട റോഡുകളുടെ കാര്യത്തിലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ചെലവഴിക്കപ്പെടേണ്ട എല്ലാ പദ്ധതികളും നിഷ്ലാഭിതരായിരിക്കുകയാണ്. കാരണം ഓരോ കൗൺസിലർമാർക്ക് ലഭിക്കുന്ന തുക നോക്കണം. 7 ലക്ഷം രൂപയാണ് ഒരു വർഷത്തിൽ പ്രതിപക്ഷത്തിന് കിട്ടുന്നത്. ഭരണപക്ഷത്തിന് ചിലപ്പോൾ 3, 4, 5 ലക്ഷമോ കോടി ഒരു 7 ലക്ഷം രൂപ ലഭിക്കുമ്പോൾ എൻ്റെ ഉദ്ദേശം, ഞാൻ സുമാർ ഒരു ഉദ്ദേശം പറയുന്നു, ഒരു ഉദാഹരണം പറയുന്നു. 21 വാർഡുകളാണ് ഞാൻ ഇപ്പോൾ നിലനിന്ന 8ാം ഡിവിഷനിലുള്ളത്. ആ വാർഡിൽ 5 കിലോമീറ്റർ വരുന്ന വലിയ 8 മീറ്റർ വീതിയുള്ള 2 റോഡുകൾ നിൽക്കുന്നു. 21 ചെറിയ റോഡുകൾ. 7 ലക്ഷം രൂപ കിട്ടിയ എന്താണ് അവിടെ നമുക്ക് കാഴ്ചവെക്കാൻ കഴിയുക? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയല്ലേ? അപ്പോൾ വികസന രംഗത്ത് റോഡുകളുടെ കാര്യത്തിൽ പശ്ചാത്തല മേഖലയിൽ യാതൊരു ചെറിയ പണികളൊക്കെ നടത്തിയിട്ടില്ല എന്ന് ഞാൻ കാടടച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറേയൊക്കെ വികസനം ഉണ്ടായിട്ടുണ്ടും പോരായ്മകൾ ഒട്ടനവധിയാണ്. ഈ പോരായ്മകളുടെ കാരണം പാർപ്പിട പദ്ധതികൾക്ക് അനുവദിക്കപ്പെട്ട
സംഖ്യ കടം വാങ്ങിയ 26 കോടി രൂപ കടം വാങ്ങി അതിൻ്റെ പലിശയും കൊടുത്തുകൊണ്ടാണ് നഗരസഭ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നഗരസഭയുടെ കണക്ക് പരിശോധിച്ചാൽ പാപ്പരായ നഗരസഭയാണ് എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ ഒരു സമയത്ത് കേരളമാകെ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ലൈഫ് മിഷൻ ഫ്ലാറ്റ് വിവാദം. എന്താണ് അതിനെക്കുറിച്ച് പറയുക? കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണ്? അതിന് ആ വിഷയത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ്? തൃശ്ശൂർ ജില്ലയിലെ പാവപ്പെട്ട ഭൂമിയില്ലാത്ത ഭൂരഹിത ഭവനരഹിതർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ് വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ ഏറ്റെടുത്ത 2 ഏക്കർ 36 സെൻറ്റ് സ്ഥലത്തോളം. ആ സ്ഥലത്ത് കയറ്റിയ ഫ്ലാറ്റ് 144 വീടുകൾക്ക് കൊടുക്കേണ്ട ഫ്ലാറ്റ് ഇന്ന് വരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. സാങ്കേതികത്വം പറഞ്ഞ് രക്ഷപ്പെടുക. സാങ്കേതികത്തിൻ്റെ പേരിൽ, അഴിമതിയുടെ പേരിലാണല്ലോ ആ ഫ്ലാറ്റ് അവിടെ നിലച്ചത്. അഴിമതി ഞങ്ങളാരും ഉണ്ടാക്കിയതല്ലോ. സ്വപ്ന സുരേഷിൻ്റെ അറസ്റ്റോട് കൂടിയും ഉണ്ടായ വിഷയമാണല്ലോ അഴിമതി. കോടിക്കണക്കിന് രൂപ അവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് പിടിക്കപ്പെട്ടതും 20 കോടി രൂപ റെഡ് ക്രസൻറ്റ് എന്ന അബുദാബിയിലെ കാരുണ്യ സംഘടന നൽകിയപ്പോൾ ആ 20 കോടി രൂപയിൽ 7 കോടി രൂപയോളം അഴിമതി നടത്തിയതിൻ്റെ കഥയിൽ നമുക്ക് കിടക്കാൻ കഴിയും. അപ്പോൾ കുറ്റം ആരുടെ? ഹൈക്കോടതിയിൽ പോയി കൊടുത്തപ്പോൾ ഹൈക്കോടതി പോലും പറഞ്ഞ് എത്രയും വേഗം ഫ്ലാറ്റ് നിർമ്മിക്കണമെന്ന്. വടക്കാഞ്ചേരിയുടെ MLA 5 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വരും MLA ആവുന്ന സമയത്ത് പ്രഖ്യാപിച്ച കാര്യങ്ങളെന്താ? 1 വർഷം കൊണ്ട് ഞങ്ങൾ ഈ ഫ്ലാറ്റ് എന്ത് സാങ്കേതിക തടസ്സങ്ങളുണ്ട് എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് 144 വീടുകൾക്ക് ഭവന നിർമ്മാണ ഗുണഭോക്താക്കളായി ഞങ്ങൾ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ഇപ്പോൾ അവരെന്താ 4.5 കൊല്ലമായിട്ട് ഇപ്പോൾ എന്താ പറയണത്? ഇപ്പോൾ സബ്മിഷൻ കൊടുത്തു എന്നാണ് പറഞ്ഞത്. സബ്മിഷനാണോ? ഹൈക്കോടതിയാണ് ഡയറക്ഷൻ കൊടുത്തത്. അവിടുത്തെ പോരായ്മകളെക്കുറിച്ച് ഹൈക്കോടതിയെ പറഞ്ഞത് ഡയറക്ഷൻ. അപ്പോഴാണ് വിദഗ്ധ സമിതി പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ വടക്കാഞ്ചേരിയുടെ ഫ്ലാറ്റിന് വേണ്ടി ഈ ഗവൺമെൻറ്റിന് സാങ്കേതികത്വം ഒഴിവാക്കിക്കൊണ്ട് ഗവൺമെൻറ് നേരിട്ട് ആ പദ്ധതി പൂർത്തിയാക്കണമെന്നാണ്, പൂർത്തിയാക്കിക്കൊണ്ട് പാവപ്പെട്ടവർക്ക് വീട് നൽകണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ആ സമയത്ത് 140ഓളം പേരുടെ വീട് മുടക്കിയതാണ് കോൺഗ്രസ്. അതാണ് കോൺഗ്രസിന് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നൊരു തോന്നൽ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയുന്നത്? അത് പ്രചരണം മാത്രമാണ്. അനിൽ അക്കര എന്ന് പറയുന്ന MLA ആയിരുന്ന അനിൽ അക്കരയെ വ്യക്തി തേജോവധം ചെയ്തത് കൊണ്ടുണ്ടായ ഒരു വിഷയമാണത്. അദ്ദേഹം എന്താ ചെയ്തത്? ഈ അറസ്റ്റോട് കൂടിയിട്ടാണ് ആ ഫ്ലാറ്റിനെ കുറിച്ച് എൻ്റെ വാർഡിലുള്ള ഫ്ലാറ്റാണ്, ഞങ്ങൾ പോലും അറിയാതെയാണ് ആ ഫ്ലാറ്റ് വന്നത്. അതായത് മണ്ണ് ഉറപ്പില്ലാത്ത മണ്ണിലാണ് ആ ഫ്ലാറ്റ് പണിയുന്നത്. അപ്പോൾ ആ അറസ്റ്റോട് കൂടി സ്വപ്ന സുരേഷിൻ്റെ അറസ്റ്റോട് കൂടിയും ആണ് നമ്മുടെ ഈ ഫ്ലാറ്റിനെ കുറിച്ച് ജനശ്രദ്ധയിലേക്ക് വന്നത്. ആ അക്കൗണ്ടിൽ പിടിച്ച പൈസ അതിൽ നിന്ന് പിടിച്ചപ്പോഴാണ് ഈ രാജ്യത്ത് ജനശ്രദ്ധ വന്നത്. അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് അനിൽ അക്കര ആവശ്യപ്പെട്ടത്. ഫ്ലാറ്റ് തടയുന്നതിന് വേണ്ടിയോ ഫ്ലാറ്റ് നിന്ന് പൂർത്തിയാക്കണമെന്ന് തന്നെയാണ് അനിൽ അക്കര പറഞ്ഞത്. പക്ഷേ അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് CPMൻ്റെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായി അങ്ങനെ ഒരു വാർത്ത ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിഞ്ഞു. ഇന്ന് ആ 5 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ അവരുടെ കഴിവുകേട് എന്ന് തന്നെ പറയാൻ പറ്റും. ഒരു പ്രതിപക്ഷ ബഹുമാനം പോലും നൽകാത്ത ഒരു നഗരസഭയാണ് ഞങ്ങളെപ്പോലെ. ഞങ്ങളുടെ വാർഡുകളിൽ പോലും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ പോലും തയ്യാറാവില്ല. ഒരു പ്രോജക്റ്റ് ഒരു വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ മീറ്റിംഗ് വിളിച്ചിങ്ങനെ കൂട്ടം കൂടി മീറ്റിംഗ് വിളിച്ചുകൊണ്ടല്ല, ഒരു വിഷയങ്ങളെ ചർച്ച ചെയ്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ പദ്ധതികൾ രൂപവൽക്കരിക്കാം എന്ന് പറയുന്ന. പിന്നെ ഉദ്ഘാടനങ്ങളൊക്കെ വിളിക്കുമ്പോൾ രാത്രി 12 മണിക്കാണ്, നാളെ ഉദ്ഘാടനമാണെങ്കിൽ രാത്രി 11 മണിക്കും 12 മണിക്കാണ്. ആരും ഉത്തരവാദിത്തമില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. അങ്ങനെ പോകേണ്ടവരല്ല ഞങ്ങൾ വികസനം മുടക്കുകയാണെങ്കിൽ ഒരുപാട് വികസനങ്ങളെ നമുക്ക് ഇവർ ചെയ്ത അനീതി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുടക്കാം. ഞങ്ങൾ അതിനൊന്നെങ്കിലും കാര്യമായ ഈ ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ കാര്യത്തിൽ വ്യക്തത വരുത്തി അതിനെ എതിർക്കുന്നുള്ളൂ. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ആസാദ് ഖാൻ വടക്കാഞ്ചേരി സീനിയർ ആയിട്ടുള്ളൊരു നേതാവാണ്. 17 വർഷക്കാലം വടക്കാഞ്ചേരി പഞ്ചായത്തിലുണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറായി. അപ്പോൾ തുടർച്ചയായിട്ടൊരു ജയമാണ് ആസാദ് ഖാനുള്ളത്. എന്താണ് അതിൻ്റെ ഒരു ടെക്നിക്ക്? ഞാൻ ജനങ്ങളുമായിട്ടാണ് എൻ്റെ ബന്ധം സാധാരണ പാവപ്പെട്ട ജനത്തിൻ്റെ ശബ്ദമാണ് എന്നും എൻ്റെ വാർഡുകളിലും എൻ്റെ നഗരസഭയിലും എല്ലാ സ്ഥലത്തേക്കും കൊടുക്കും. ആരുടെയും എനിക്ക് നൽകുന്ന ജനത്തിൻ്റെ പിന്തുണ 5 വർഷം അവരിൽ നിന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹം, അവർ 5 കൊല്ലം കൂടുമ്പോൾ ഞാൻ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് അവർ നൽകുന്ന മറുപടിയാണ് ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എൻ്റെ വിജയം. ഒരു സാമ്പത്തിക നേട്ടത്തിനോ മറ്റൊരു സാമ്പത്തിക ആവശ്യങ്ങൾക്കോ ആരോടും ഞാൻ ഇന്ന് പോവാത്ത രീതിയിൽ പാവപ്പെട്ടവൻ്റെ ഈ രാഷ്ട്രീയത്തിൽ പല ആളുകളും പല ടൈപ്പാണ്. എന്നെ സംബന്ധിച്ച് പാവപ്പെട്ട സാധാരണക്കാരൻ്റെ വിഷയങ്ങളിലാണ് ഊന്നി നൽകുന്നത്. അതുപോലെ തന്നെ നെറിവുകേട് കാണിക്കുന്ന നഗരസഭയുടെ അനീതിക്കെതിരെയുള്ള ശബ്ദവും പോരാട്ടവും ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, തീർച്ചയായും വീണ്ടും ജനങ്ങൾക്കിടയിലേക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.
വടക്കാഞ്ചേരിയിൽ ഇനി ഈസിയായി ഐഫോൺ കിട്ടും. 0 ഡൗൺ പേയ്മെന്റിൽ 0 ഇൻട്രസ്റ്റോടെ. എല്ലാവിധ സ്മാർട്ട് ഫോണുകളും തവണ വ്യവസ്ഥയിൽ. എല്ലാ ഫോണുകളുടെയും സർവീസിംഗിന് വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം. ഡിസ്പ്ലേ, ബാറ്ററി എന്നിവ 10 മിനിറ്റിൽ സർവീസ്. ഫോൺ സോൺ ബോയ്സ് ഹൈസ്കൂളിന് സമീപം, സ്കൈ ബിൽഡിംഗ്, വടക്കാഞ്ചേരി. ആക്സിസ് ബാങ്കിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. കോൺടാക്ട് 6282044414 8156 812121.